ഞാൻ എൻ്റെ അച്ഛൻ്റെ കഥ തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. കാരണം എൻ്റെ അച്ഛന് 2 ക്ലാസ്സേ വിദ്യയുള്ളൂ, ബാക്കി മുഴുവനും അഭ്യാസമാണ്. ഒരു പട്ടാളക്കാരൻ പട്ടാളത്തിൽ നിന്ന് ഇടയ്ക്ക് നാട്ടിൽ വന്നാൽ എന്തായിരിക്കും തള്ള്, ആ രീതിയിലുള്ള തള്ളുകളാണ് തള്ളിക്കൊണ്ടിരിക്കണേ. ഒരു ദിവസം രാവിലെ ചന്തയ്ക്ക് പോവാന്നും പറഞ്ഞ് പോയ അച്ഛൻ തവലേച്ചത് പറഞ്ഞേച്ച് പോയി, അതാ അമ്പലപ്പറമ്പിൽ പള്ളി പണിയണുണ്ടെന്ന്. കേട്ടവർ അന്തിച്ചു, ഇതെന്താ അമ്പലപ്പറമ്പിൽ പള്ളി പണിയോ, എങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്നും പറഞ്ഞു കുറച്ച് അമ്പലക്കാരും കുറച്ച് പള്ളിക്കാരും കൂടി അമ്പലപ്പറമ്പിലേക്ക് പാഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരാൾ പണിയുന്നുണ്ട്, അത് ശരിയാണ്. അപ്പോൾ ആളിനെ അറിയില്ല. അപ്പോൾ 2 പേരങ്ങ് ഇറങ്ങി ചെന്നേച്ച് ചോദിച്ചു, ചേട്ടനെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ, ചേട്ടൻ എവിടെയുള്ളതാ? ഞാനിവിടെ ഒന്ന് കുറച്ച് വടക്കുള്ളതാ, ഇവിടുത്തെ സാറെന്നെ അറിയുന്നത് കൊണ്ട് എന്നെ തെങ്ങിൻ്റെ ചോട് കളയ്ക്കാൻ വിളിച്ചേക്കുക. അപ്പം അവർക്കൊരു ഡൗട്ട് മണത്തു. അപ്പം മറ്റൊരാൾ ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് പള്ളിന്നാ. അപ്പം അവർക്ക് മനസ്സിലായി അമ്പലപ്പറമ്പിൽ പള്ളി പണിയുന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇത് എൻ്റെ അച്ഛൻ്റെ തേപ്പായിരുന്നു. ഇനി എൻ്റെ അച്ഛൻ്റെ കല്യാണക്കാര്യത്തിലേക്ക് വരാം. എൻ്റെ അച്ഛൻ്റെ കല്യാണത്തിൻ്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഭാര്യയെ വിളിച്ചോണ്ടൊക്കെ പോരേണ്ട ഒരു സമയമായി. അമ്മയും കൊണ്ട് അച്ഛൻ ഇറക്കാൻ നേരത്ത് അമ്മയുടെ അച്ഛൻ പറഞ്ഞു, അല്ല ഇവള് പൊന്നെ പോലെ നോക്കണം കേട്ടോ മോനെ, ഇവള് ഭയങ്കര പാവമാണെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞു, ശരിയാണല്ലോ, വല്ലവർ തട്ടിക്കൊണ്ട് പോകരുത്, തന്നെയല്ല എനിക്ക് വേണേൽ പണയം വയ്ക്കാം, എനിക്ക് വേണേൽ വിൽക്കാം, അതിന് സാധനം ഉണ്ടാവണല്ലോ. എന്താണേലും ആ അമ്മായിയച്ഛന് 4 ദിവസമായോ 5 ദിവസമായ മരുമകനോട് പറയാൻ പറ്റിയ ഒരു ഭാഷ ഇതല്ല. ഞാൻ പറയാം, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ള് കുടിച്ചു, എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ, എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധ. ഈ വാക്ക് ആ അച്ഛന് പറയാൻ പറ്റിയതല്ലാത്തതുകൊണ്ടാണ് ഈ അച്ഛൻ ഈ നൈസായിട്ട് ഇങ്ങനെ മരുമോൻ്റെ അവതരിപ്പിച്ചത്. എന്തായാലും അച്ഛൻ അമ്മയെ കൊണ്ടുവന്നു ഇങ്ങനെ നിർത്തി. അച്ഛൻ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞത് ശരിയാണ്. അച്ഛൻ പൊന്നല്ല, അതൊക്കെ മുകളിൽ അമ്മയെ നോക്കി. പക്ഷെ കാലചക്രം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കവേ വീട്ടിൽ അംഗസംഖ്യ കൂടി വന്നു. അന്നേരം എൻ്റെ അപ്പ പൊന്നു മാറി, പിന്നെ വെള്ളിയായി, വെള്ളി പോയി ചെമ്പായി, ചെമ്പ് പോയി ഇരുമ്പായി. അപ്പം അതിൻ്റെ അടിയിൽ വല്ല ലോഹങ്ങളും ഉണ്ടോ ഇനി അമ്മേനെ ഉപമിക്കാനെന്ന് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അച്ഛന് KKP എന്ന കമ്പനിയുടെ ഉന്നത പദവിയിലെത്തുന്നത്. KKP എന്നാൽ കേരള കുടിയൻസ് പാർട്ടി എന്നാണ്. അവിടെ പോയിട്ട് വന്നാൽ എൻ്റെ അച്ഛനും അമ്മയും കൂടെ സാറ്റ് കളിക്കുക എന്നതൊരു പതിവാണ്. ആ സാറ്റ് കളിയിൽ ഒരു ദിവസം അമ്മ ഓടി ഒളിച്ചപ്പോൾ അച്ഛന് പിടുത്തം കിട്ടിയപ്പോഴോ അച്ഛൻ ചെയ്തത് എന്താണ്, അമ്മയ്ക്ക് സാറ്റല കൊടുത്തത് കുനിച്ചു നിർത്തി ഒരു 3-4 ഇടി അങ്ങ് വെച്ച് കൊടുത്തു. പിന്നെ ഒരിക്കലും എൻ്റെ അമ്മേനെ സാറ്റ് കളിക്കുമ്പോൾ അച്ഛന് പിടിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അച്ഛൻ സാറ്റ് കളി തുടങ്ങുമ്പോഴേ അമ്മ ഒരു വെളുത്ത മുണ്ട് എടുത്തുകൊണ്ട് ഓടണം ഞങ്ങൾക്ക് കാണാം. ഞങ്ങൾക്ക് കാരണം അറിയാം, എന്താണെന്നറിയാമോ? ഞങ്ങളുടെ വീടിൻ്റെ പുറമിൽ ഒരു ആട്ടിൻകൂടുണ്ട്. ആ ആട്ടിൻകൂട്ടിലൊരു 2-3 വെളുത്ത ആടുകളും ഉണ്ട്. ആ കൂട്ടി കയറി ഈ തലവഴി ഈ മുണ്ട് വിട്ട് 4 കാലം നിൽക്കാനായി ഈ അമ്മ ഓടണേ. അച്ഛൻ അതിലേക്ക് ചെന്ന് അന്വേഷിക്കും. അച്ഛൻ അതിലേക്ക് ചുറ്റും നടന്നൊന്ന് നോക്കും, ഇവൾ എവിടെ പോയി, എവിടെ ഒളിച്ചു എന്ന്. അമ്മയാണെങ്കിലോ ശ്വാസം വിടാതെ ഇരിക്കുക. അറിഞ്ഞു പോയാൽ വീണ്ടും പൊതുക്ക് കിട്ടും. അത് കാരണം ശ്വാസം വിടാണ്ട് അങ്ങനെ ഇരിക്കും. അച്ഛനെന്നാൽ ആട്ടിൻകൂട്ടിലേക്ക് നോക്കി എണ്ണമൊന്നുമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ 1 തന്നെയാണ്, 3 കാണുന്ന അവസ്ഥയാണ്. അത് കാരണം എണ്ണാറില്ല. അങ്ങനെ പോയി അച്ഛൻ കമ്പനി പോയിട്ട് വന്നപ്പോൾ ഒരു ദിവസം തലയിൽ ഒരു ചാക്കുകെട്ടുമായിട്ട് വന്നു. അപ്പം ഞങ്ങളൊക്കെ സന്തോഷിച്ചു. കാരണം എല്ലാ വീട്ടിലും നെല്ലിക്കാക്കൊട്ടം മറിഞ്ഞ പോലെ പിള്ളേരാ, ഞങ്ങളുടെ വീട്ടിലും അതെ. അപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. എന്തോ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും എന്നോർത്ത് ഞങ്ങളങ്ങനെ നോക്കി നിൽക്കുക. ഈ അച്ഛൻ ഈ ചാക്കുകെട്ട് കൊണ്ടുവന്ന് ഈ ഇറയത്ത് വെച്ചപ്പോഴെന്താ, അത് കുറേശ്ശെ അനങ്ങണുണ്ട്. അനങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് ഭക്ഷണ സാധനമൊന്നുമല്ല, അതെന്തോ ജന്തുവാന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം അച്ഛൻ വന്നു, ഞങ്ങളെ മക്കളെയും വിളിച്ചു, അമ്മേനെയും വിളിച്ചു, എല്ലാവരും കൂടി അടുത്ത് ചെന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനൊരു കാര്യം ചെയ്തു, ഈ ചാക്കിൻ്റെ കുടുംബം അങ്ങ് അഴിച്ചപ്പോഴത്തേനും ഭൂം എന്നും പറഞ്ഞു ഒരു മലമ്പാമ്പിൻ്റെ തലയിങ്ങ് പൊങ്ങി വന്നു. ഈ മലമ്പാമ്പിനെയോ കുടിയൻസ് പാർട്ടികളെല്ലാം കൂടി 5 രൂപയ്ക്ക് ലേലം വിളിച്ച് ചാക്കി കെട്ടി അച്ഛൻ്റെ തലയിൽ കൊടുത്തു വിട്ടേക്കണതാണ്. 5 രൂപ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, എടാ നീ ഇതിന് വിഷമിക്കൊന്നും വേണ്ട, 50 രൂപ കൊണ്ട് കിട്ടും നിനക്ക്, ഇതിനെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ട് കൊടുത്താലെന്ന് പറഞ്ഞു. അച്ഛൻ അപ്പോൾ ആലോചിച്ചു, ശരിയാണല്ലോ, 45 രൂപ എനിക്ക് ലാഭം. അങ്ങനെ കൊണ്ട് വെച്ചേക്കുന്ന സാധനം ഇത്. ഷാപ്പിലൊക്കെ പോയിട്ട് വന്നിരിക്കുമ്പോൾ ഇതിനെ എടുത്ത് ലാളിക്കണതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പിള്ളേരായ ഞങ്ങളെ ഒരിക്കലും ലാളിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ലാളിച്ചേച്ച് വെച്ച സാധനം ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ആ സാധനം ഇല്ല, ചാക്ക് മാത്രമുണ്ട്. പാമ്പ് രക്ഷപ്പെട്ടു. എന്തായാലും
ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ പാമ്പിന് പകയില്ല, പാമ്പിൻ്റെ പക ആനയുടെ പക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു പകയില്ല, ബുദ്ധിയില്ല, ബോധവുമില്ല. അതുങ്ങളുടെ ശരീരം നൊന്താ അതുങ്ങൾ നമ്മളെ ഉപദ്രവിക്കുന്നത് മാത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാര്യം. അങ്ങനെയാണെങ്കിൽ 50 വർഷം മുമ്പ് പോയ ആ പാമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. തന്നെയുമല്ല, പാമ്പ് വിചാരിച്ച് കാണും എന്തിനാ രണ്ട് പാമ്പ് ഒരു വീട്ടിലെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ എൻ്റെ ആ വീട്ടിലൊരു പശു പ്രസവിക്കുക. ഞാനാണ് ആ പശുവിനെ കൊണ്ടു നടക്കണേ. ആ പശുവിനെ കൊണ്ടു നടക്കണം ഞാനായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ തന്നെ അങ്ങ് കറന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി, കടുവയോളം പേടിയില്ലല്ലോ പശുവിനെ. അപ്പം ഞാൻ പശുവിനെ കറക്കാനായിട്ടുള്ള സംവിധാനം എല്ലാം ചെയ്ത് അടുത്ത് ചെന്ന് അകിട് കഴിക്കൊണ്ടിരുന്നപ്പോഴത്തേനും പശു എന്നെ ഒരൊറ്റ തൊഴി തന്നു. ഞാനാണെങ്കിലോ ആ സ്പോട്ടിൽ തന്നെ വാഴ വെട്ടിയിട്ട പോലെ വീണു. അടുത്ത കൂടെ അച്ഛൻ്റെ ആയിരുന്നു. അച്ഛൻ ഇറങ്ങി വന്നു, എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ദേ കണ്ടോ പശുവിനെ കറക്കണയാ, എങ്ങനെയാന്ന് കണ്ടു കടിച്ചോളാൻ പറഞ്ഞു. അച്ഛൻ ആ ഭാവത്തിലങ്ങ് ഇറങ്ങിച്ചെന്നു. അച്ഛൻ ചെന്നിരുന്നു, പാത്രമെല്ലാം എടുത്തു വെച്ചു, പശുവിനെ കറവാൻ തുടങ്ങി. 1, 2, 3 ഇത്രയും വലിച്ചപ്പോഴത്തേനും പശു ആഞ്ഞൊരു തൊഴി അങ്ങ് വെച്ച് കൊടുത്തു അച്ഛനിട്ട്. അച്ഛനോ അങ്ങ് ശ്രീഹരിക്കോട്ടെ റോക്കറ്റ് വിക്ഷേപിച്ച പോലെ ദൂരെ തെറിച്ച് വീണു. അവിടെ നിന്ന് ചാടി പിടച്ചെഴുന്നേറ്റ് വന്ന അച്ഛൻ ഒരു പത്തലുമായിട്ടാണ് വന്നേ. പശുവിനെ അങ്ങോട്ട് ചാപ്രം ചിപ്രയിട്ട് അടി തുടങ്ങി. പശുവാണെങ്കിലോ പന്തുകളിക്കോട്ടിലെ ഗോളിയെ പോലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. പക്ഷേ അവസാനം പശു തന്നെ ജയിച്ചു. കഴുത്തിൽ കിടന്ന കയറ് പൊട്ടിച്ച് പശു കിട്ടിയ വഴിയെ ഒരു ഓട്ടം കൊടുത്തു. ആ പശുവിൻ്റെ കൊമ്പയിൽ അച്ഛൻ്റെ മുണ്ട് ഇങ്ങനെ പറക്കണു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ വേഗം ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അപ്പോഴോ കിരീടവും വേലുമില്ലാതെ പോണ മാത്രം കൊടുത്ത് ഒരു ബാലമുരുകൻ നിൽക്കുന്നു. പിന്നെ ഞാനവിടെ നിന്നില്ല. എൻ്റെ അച്ഛനെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഞാൻ അവിടുന്ന് പശുവിൻ്റെ പുറകെ വെച്ച് പിടിച്ചു. നമസ്കാരം. Once upon a time